ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നിർണായകമായ ഒരു അറസ്റ്റ് കഴിഞ്ഞ ദിവസം നടന്നിരിക്കുന്നു. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും മുൻ MLA-യും CPM-ന്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗവുമായ പത്മകുമാറിന്റെ അറസ്റ്റാണ് പോലീസ് രേഖപ്പെടുത്തിയത്. പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തിയത്. പത്മകുമാറിന്റെ അറസ്റ്റിന് മുമ്പ് വാസുവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു. മുരാരി ബാബു, ഉണ്ണികൃഷ്ണൻ പോറ്റി നിരന്തരമായി അറസ്റ്റ് നടന്നു. ഏറ്റവും അവസാനമാണ് പത്മകുമാറിന്റെ അറസ്റ്റിലേക്ക് അന്വേഷണ സംഘം എത്തിയത്. ലഭ്യമാകുന്ന വിവരമനുസരിച്ച് മുൻ ദേവസ്വം മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവരുടെ പങ്കിനെക്കുറിച്ചുള്ള മൊഴി പത്മകുമാർ നൽകിയിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം. കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യുമെന്നും വിവരം പുറത്തു വരുന്നുണ്ട്. മുൻ ദേവസ്വം വകുപ്പ് മന്ത്രിയും CPM-ന്റെ സംസ്ഥാന നേതാവുമായ. എന്താണ് ഈ വിഷയത്തിൽ ഇനി CPM-ന്റെ പ്രതിരോധം തീർക്കാൻ, എങ്ങനെയാണ് CPM പ്രതിരോധം തീർക്കാൻ പോകുന്നത്? CPM മൊത്തത്തിൽ പെട്ട ഒരവസ്ഥയാണ് ശബരിമല വിഷയത്തില്. കാരണം കൊള്ളാനും തള്ളാനും വയ്യാത്ത അവസ്ഥയാണ്. ആദ്യം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മാത്രമാണ് അറസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ എല്ലാ കാര്യങ്ങളും സാധാരണഗതിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മുകളിൽ ആരോപിച്ചുകൊണ്ട് ശബരിമല വിഷയത്തിൽ എത്രയും പെട്ടെന്ന് സർക്കാരിന് തടി തപ്പാമായിരുന്നു. പക്ഷെ ഇപ്പോ സർക്കാരിനെ വെട്ടിലാക്കുന്ന രീതിയിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സർക്കാരിനെ വെട്ടിലാക്കുന്ന രീതിയിലാണ്, അല്ലെങ്കിൽ സർക്കാർ എല്ലാ കാലവും ചേർത്ത് നിർത്തിയിരുന്ന ആളുകളെയാണ് ഇപ്പൊ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പത്മകുമാർ ആയാലും വാസു ആയാലും ഇവരൊക്കെ സർക്കാരിന് അത്രയും പ്രിയപ്പെട്ട ആളാണ്. ഇനിയിപ്പോ അടുത്ത അറസ്റ്റ് ആരിലേക്ക് എന്നുള്ളതാണ് കാര്യം. വാസുവിന്റെ വന്നപ്പോൾ നമുക്കറിയാമായിരുന്നു ഇനി അടുത്തൊരു അറസ്റ്റ് ഉണ്ടാകും എന്നുള്ളത്. ഇപ്പൊ കടകംപള്ളിയുടെ പേര് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ സ്വർണം പൂശാനായി സർക്കാരിനാണ് കത്ത് നൽകിയത് എന്നാണ് പറയുന്നത്. അങ്ങനെ ആവുമ്പോൾ അന്നത്തെ ദേവസ്വം മന്ത്രിയായിട്ടുള്ള കടകംപള്ളിയെ ആയിരിക്കും അടുത്ത അറസ്റ്റ്, അല്ലെങ്കിൽ കടകംപള്ളി ആയിരിക്കും അടുത്ത ചോദ്യം ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇനി PS പ്രശാന്തിനെ അറസ്റ്റ് ചെയ്യുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്, അല്ലെങ്കിൽ ചോദ്യം ചെയ്യുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. പിന്നെ ഒരു ധാർമ്മികതയും ഇവർക്ക്, അല്ലെങ്കിൽ ഈ ഒരു ദേവസ്വം ബോർഡിന് തുടരാനുള്ള ഒരു ധാർമ്മികതയും ഇല്ല. കാരണം ഒന്നുകിൽ വാസവൻ മന്ത്രിസ്ഥാനം ഒഴിഞ്ഞിട്ട് ഇത് ഹൈക്കോടതിക്ക് വിടണം, ശബരിമലയുടെ ഉത്തരവാദിത്തം മുഴുവൻ ഹൈക്കോടതിക്ക് വിടണം എന്ന തലത്തിലേക്കാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ ശബരിമല സന്നിധാനത്തെ അഴിമതിയുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വരുമ്പോൾ തന്നെ മണ്ഡല മകരവിളക്ക് സീസണ് നട തുറന്നപ്പോൾ ശബരിമലയിൽ വലിയ തരത്തിലുള്ള ഭക്തജന തിരക്ക് അനുഭവപ്പെടുന്നു. ആളുകൾ ക്യൂ നിന്ന് മരിച്ചു വീഴുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. ദേവസ്വം ബോർഡും ദേവസ്വം വകുപ്പും അമ്പെ പാളിയതിൻ്റെ മറ്റൊരു പ്രത്യക്ഷ ഉദാഹരണമായി കാണാൻ കഴിയില്ല ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ഭക്തജന തിരക്കും ഭക്തജനങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാത്തതും. തീർച്ചയായും ശബരിമല വിഷയത്തിൽ സർക്കാർ പൂർണ്ണമായി വെട്ടിലായി, അല്ലെങ്കിൽ പരാജയപ്പെട്ടു എന്ന് തന്നെ പറയാം. കാരണം കരിമല കയറ്റം കഠിനമെന്റെ അയ്യപ്പ എന്ന് വിളിച്ചാണ് ശബരിമലയ്ക്ക് കയറുന്നത്. ഇപ്പൊ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കരിമല കയറ്റം കഠിനമെന്റെ അയ്യപ്പ എന്ന അവസ്ഥയിലാണ്. കാര്യം ആഗോള അയ്യപ്പ സംഗമം നടത്തി സർക്കാർ മുന്നോട്ട് വെച്ച്, അന്ന് സർക്കാർ പറഞ്ഞിരുന്നത് ശബരിമലയുടെ വികസനം, ശബരിമലയിൽ കൊണ്ടുവരേണ്ട മാറ്റങ്ങൾ. സർക്കാർ ഇതുവരെയും, അല്ലെങ്കിൽ ഒരു മണ്ഡലകാലത്തും ഭക്തർ അനുഭവിക്കാത്ത ദുരനുഭവമാണ് ഇപ്പൊ അനുഭവിക്കുന്നത്. ഇതിനു വേണ്ടിയാണ് ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നൊരു ചോദ്യമുണ്ട്. അതിന് തൊട്ടു പിന്നാലെയാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയം വരുന്നത്. അതിലും സർക്കാരിന് പ്രതിരോധം തീർക്കാനോ വ്യക്തമായ കാരണങ്ങൾ പൊതുജനത്തിന്, അല്ലെങ്കിൽ ഭക്തർക്ക് വ്യക്തമായ ഒരു മറുപടി പറയാനോ കഴിയാതെ സർക്കാർ കുഴഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിലാണ് മണ്ഡലമാസം ആരംഭിച്ചത്. ഇപ്പൊ പലരും ശബരിമലയിൽ വന്ന പല ഭക്തരും പറയുന്നത് ഇനി അടുത്ത വർഷം തങ്ങൾ ശബരിമലയ്ക്ക് വരുന്നില്ല എന്നാണ്. കാര്യം സന്നിധാനത്ത് പോലീസ് ക്രമീകരണങ്ങളാകട്ടെ, സന്നിധാനത്ത് നടത്തിയ സജ്ജീകരണങ്ങളാകട്ടെ എല്ലാം പരാജയമാണ്. പ്രശാന്തിനെ പെട്ടെന്നാണ് ദേവസ്വം ബോർഡിൽ നിന്ന് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റുന്നത്. അല്ലെങ്കിൽ കാലാവധി കഴിഞ്ഞപ്പോൾ ഒരു മികച്ച യാത്രയപ്പ് പോലും നൽകാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് പ്രശാന്തിനെ മാറ്റുകയും പുതിയൊരാളെ നിയമിക്കുകയും ചെയ്തത്. ഒരിക്കലും പുതിയതായി ചാർജ് എടുത്ത ആൾക്ക് ഇതൊന്നും ചെയ്യാൻ കഴിയില്ല. കാരണം വളരെ ചുരുക്കം ദിവസങ്ങൾ കൊണ്ട് ഇത് ഒരു ക്രമീകരണം നടത്തുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ സർക്കാരും ഈ പറയുന്ന ദേവസ്വം വകുപ്പും ശബരിമലയ്ക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. ആഗോള അയ്യപ്പ സംഗമം നമ്മൾ ആദ്യമൊക്കെ ചർച്ച ചെയ്തതുപോലെ വെറും വോട്ട് ബാങ്ക് രാഷ്ട്രീയം മാത്രമാണ് മുന്നോട്ട് വെച്ചത്. അതോടൊപ്പം തന്നെ ഈ കടകംപള്ളിയെ ചോദ്യം ചെയ്യുമെന്നൊരു വാർത്ത പുറത്തു വരുമ്പോൾ, പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ CPM ഈ വിഷയത്തിൽ എത്രത്തോളം പ്രതിരോധത്തിലായി നമുക്ക് വിലയിരുത്താൻ കഴിയും? കാര്യം തെരഞ്ഞെടുപ്പ് വരുമ്പോ പാർട്ടി പറയുന്നത്, അല്ലെങ്കിൽ ഇടതുമുന്നണി പറയുന്നത് കഴിഞ്ഞ തവണ തങ്ങൾക്കുണ്ടായതിനേക്കാൾ വലിയ വിജയമുണ്ടാകും എന്ന് പറഞ്ഞ് തങ്ങൾ അധികാരത്തിലിരിക്കുമ്പോൾ അധികാരത്തിന്റെ എല്ലാ ആനുകൂല്യങ്ങളും ഉപയോഗിച്ച് വിജയിക്കാൻ ശ്രമിക്കുന്ന സാഹചര്യത്തിലാണ് സർക്കാരിനൊരു തിരിച്ചടി, അല്ലെങ്കിൽ വെട്ടിലാക്കിക്കൊണ്ട് CPM-ന് ഇങ്ങനെ ഒരു തിരിച്ചടി കിട്ടുന്ന ശബരിമല വിഷയത്തില്. ഇനി ഇപ്പൊ തന്നെ വിരലുകളെല്ലാം CPM-നെതിരെ ചൂണ്ടപ്പെട്ട് നിൽക്കുന്ന സാഹചര്യത്തില് കടകംപള്ളിയെ കൂടി ചോദ്യം ചെയ്യുമ്പോൾ അത് വലിയ രീതിയിൽ, കാര്യം നമുക്കറിയാം എല്ലാ തവണയും ഭക്തരെ ഒപ്പം നിർത്തിക്കൊണ്ടാണ്, അല്ലെങ്കിൽ ഭക്തർ എപ്പോഴാണോ LDF-നെതിരാവുന്നത് ആ തെരഞ്ഞെടുപ്പിലെല്ലാം കോൺഗ്രസിനും BJP-ക്കും ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ശബരിമലയിൽ സ്ത്രീകളെ കയറ്റിയ വിഷയത്തിന് ശേഷമുണ്ടായ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് നമ്മൾ കണ്ടതാണ്. അപ്പൊ ഇത്തവണ വീണ്ടും ഭക്തരെ ഒപ്പം നിർത്താൻ വേണ്ടിയിട്ടാണ് ആഗോള അയ്യപ്പ സംഗമം നടത്തിയതെങ്കിൽ ഇപ്പോ കടകംപള്ളിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ കടകംപള്ളിയെ ചോദ്യം ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നാൽ അതെല്ലാം അമ്പെ പാളിപ്പോകുക തന്നെ ചെയ്യും.
തീർച്ചയായും ശബരിമല സന്നിധാനത്ത് CPM നടത്തിയ നാടകങ്ങളെല്ലാം പൊളിയുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു. പത്മകുമാർ CPMനെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവരുടെ മാനസപുത്രനാണ്. ഈ 30-ാം വയസ്സിൽ MLA ആയി, പാർട്ടി ഏരിയ സെക്രട്ടറിയായി, DYFIയുടെ സംസ്ഥാന ഉപാധ്യക്ഷനായി, ഇപ്പോൾ പത്തനംതിട്ടയിലെ CPMന്റെ ജില്ലാ കമ്മിറ്റി അംഗമാണ്. ആ ഒരു വ്യക്തിയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ശബരിമല സന്നിധാനത്തെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട നിർണായകമായ അറസ്റ്റാണ് പത്മകുമാറിന്റെ എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ അന്വേഷണം നിലച്ചു പോകേണ്ടതായിരുന്നു. ദേവസ്വം ബെഞ്ചിൽ, ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് ഈ കേസിന്റെ അന്വേഷണത്തിന്റെ കൃത്യമായ മേൽനോട്ടം വഹിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് മുരാരി ബാബുവിലേക്കും അതിനുശേഷം വാസുവിലേക്കും പത്മകുമാറിലേക്കും അന്വേഷണം എത്തിയത്. ശബരിമല യുവതീ പ്രവേശന വിധിയുണ്ടായതിനു ശേഷം സന്നിധാനത്ത് സ്ത്രീകളെ എത്തിക്കാൻ മുൻകൈയെടുത്തത് വാസുവാണെന്ന് നേരത്തെ തന്നെ പലരും പറഞ്ഞു കേട്ടിരുന്നു. അതിനുശേഷമാണ്, വാസുവിന് ശേഷമാണ് പത്മകുമാർ എത്തുന്നത്. പത്മകുമാറും CPMന്റെ ഒരു മാനസപുത്രനായിരുന്നു. പത്മകുമാറിന്റെ അറസ്റ്റോടുകൂടി CPM പൂർണ്ണമായും പ്രതിരോധത്തിലായിരിക്കുന്നു. പത്മകുമാറിന്റെ മൊഴി ഈ കേസിനകത്ത് നിർണായകമാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഈ കേസിനകത്തിന് വരാൻ പോകുന്നത് പത്മകുമാറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ദേവസ്വം വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ, K രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചാൽ പോലും അത്ഭുതപ്പെടാനില്ല. ശബരിമലയിൽ വളരെ വലിയ ഒരു ഭക്തജന തിരക്ക് അനുഭവപ്പെടുമ്പോൾ അത് നിയന്ത്രിക്കാൻ കഴിയാതെ ഒരു മണ്ഡല മകരവിളക്ക് സീസണ് നട തുറന്നപ്പോൾ ആ നട തുറന്ന സമയത്ത് ഭക്തർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒന്നും ഒരുക്കി നൽകാൻ കഴിയാതെ ദേവസ്വം വകുപ്പും ദേവസ്വം ബോർഡും അമ്പേ പാളി നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരെ ഓരോരുത്തരെയായി അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കുന്നത്. അതിന് പിന്നാലെയാണ് മന്ത്രിമാരിലേക്ക് അന്വേഷണം നീങ്ങുന്നത്. എന്തായാലും ഈ കേസിനകത്ത് ശബരിമല കേസ് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് CPM പൂർണ്ണമായും പ്രതിരോധത്തിലായിരിക്കുന്നു. CPMന്റെ എല്ലാ പ്രതിരോധ കോട്ടയും പാളിയിരിക്കുന്നു. ഈ ഒരു വിഷയത്തിൽ ഇനി പൊതുസമൂഹത്തോട് CPM എന്താണ് പറയാൻ പോകുന്നത്? ഇനി CPMന് ചെയ്യാൻ പറ്റുന്നത് എന്താണ്? സ്ഥിരം പറയുന്ന ക്ലീശ ഡയലോഗ് പറയാം, കട്ടവർക്കാർക്കും, അല്ലെങ്കിൽ അയ്യന്റെ സ്വർണം കട്ടവരാരെയും സംരക്ഷിക്കില്ല, പരമാവധി ശിക്ഷ വാങ്ങി നൽകുമെന്ന് പൊതുജനത്തെ പറഞ്ഞു പറ്റിക്കാൻ മാത്രമേ കഴിയൂ. കാരണം നമുക്കറിയാം ഇതെല്ലാം CPMന് അത്രയും വേണ്ടപ്പെട്ട ആളുകളാണ്, അറസ്റ്റ് ചെയ്യപ്പെട്ട ഓരോ വ്യക്തികളും. അപ്പോൾ CPM അവരെ സംരക്ഷിക്കില്ല എന്ന് പൊതുജനത്തോട്, അല്ലെങ്കിൽ സാധാരണ ജനങ്ങളോട്, ഭക്തരോട് പറഞ്ഞു പറ്റിക്കുന്ന ഒരു നയം മാത്രമേ ഇനി CPMന് എടുക്കാൻ കഴിയൂ. കാര്യം ഇനി അടുത്തത് ആരും എന്നൊരു ചോദ്യം ബാക്കിയാണ്. ഇത് എന്തായാലും സർക്കാർ അറിയാതെ ഇത്തരം ഒരു തട്ടിപ്പ് ശബരിമലയിൽ നടക്കില്ല എന്നുള്ള കാര്യം വ്യക്തമാണ്.